വെൽക്കം ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റൽ ഡിഷ് വെജ് ബേക്ക്. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്ന നമ്മുടെ വെജ് ബേക്കിന്റെ കൂടെ സെർവ് ചെയ്യാനുള്ള ഹെർബ് ബട്ടർ നമ്മൾ കാൻഡിലിന്റെ ഷേപ്പിലാണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ബ്രെഡിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യും. ഡബിൾ കാൻഡിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ 500 ഗ്രാംസ് ബട്ടർ സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയിട്ടും എടുക്കാം. അതൊന്ന് മെൽറ്റ് ചെയ്യണം. അതിനേക്കാൾ മുമ്പ് ഹെർബ്സ് ആഡ് ചെയ്യണം. ഞാൻ ബട്ടറിലോട്ട് ആഡ് ചെയ്യുന്ന ഫ്രഷ് ഹെർബ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിഗാനോ ഒക്കെ കിട്ടുന്ന പോലെ ചെറിയ ബോട്ടിൽ കിട്ടും. അത് ആഡ് ചെയ്താലും അത് ആഡ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ഒറിഗാനോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റോസ്മേരി, തൈം ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്താലും മതി. ഫ്രഷ് റോസ്മേരി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹോർഗി നാട്ടോ വാങ്ങിച്ചേ. ആൻഡ് ഫ്രഷ് തൈം അല്ല, ഫ്രഷ് ഒറിഗാനോ, ഫ്രഷ് തൈം. ഇത് കണ്ടോ, ഇത് ബട്ടറിലോട്ട് ആഡ് ചെയ്യണം. എല്ലാം ബട്ടറിലോട്ട് ഫ്രഷ് റോസ്മേരി. സോ ഫ്രഷ് ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്ലേവർ ആയിരിക്കും. ഇതാണ് ഫ്രഷ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. ബട്ട് എല്ലായിടത്തും ഇത് കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ ഡ്രൈഡ് ആഡ് ചെയ്താൽ മതി. ആൻഡ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തോട്ടെ. റോസ്മേരി, ഒറിഗാനോ ഇപ്പോൾ ഡ്രൈഡ് ഇട്ടാലും മതി. ആൻഡ് തൈം. കൊച്ചിനിൽ ഇപ്പോൾ എനിക്ക് ഹോഗ് മാത്രമേ അറിയുള്ളൂ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത്. ഞാൻ അൺസോൾട്ടഡ് ബട്ടർ എടുത്തത്. അത് കാരണം ഒരു പിഞ്ച് സോൾട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യിക്കണം. ഫുൾ ബട്ടർ മെൽറ്റാക്കി ഇനി ഗാർലിക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. ഗാർലിക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആൻഡ് ചൂടാറിയിട്ട് മോൾഡിലോട്ട് ഒഴിക്കാം. ഗാർലിക് ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആൻഡ് ജസ്റ്റ് സോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് അൺസോൾട്ടഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എഡിബിൾ കാൻഡിൽസ് ഇപ്പോൾ റെഡിയാവും. ഇനി മെയിൻ തിങ് നമ്മൾ ഇത് ചൂടാറിയിട്ട് മെൽറ്റഡ് ബട്ടർ ചൂടാറിയിട്ട് പേപ്പർ കപ്പിൽ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു വെക്കണം. ആൻഡ് കാൻഡിലിൻ്റെ ത്രെഡും വെക്കണം. കാൻഡിലിൻ്റെ ത്രെഡ് വെക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ പേപ്പർ കപ്പിലോട്ട് കാൻഡിലിൻ്റെ ത്രെഡ് വെക്കുക. ബട്ടർ നടുക്കായിട്ട് വെക്കണേ. കാൻഡിലിൻ്റെ ത്രെഡ് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിക്കുക. ബ്രെഡിൻ്റെ സൈസിന് നോക്കിയിട്ട് വെച്ചാൽ മതി. പേപ്പർ കപ്പിൻ്റെ നടുക്ക് വരുന്ന പോലെ ഒരു ഫോയിൽ പേപ്പറിൽ ഹോൾ ഇടുക. ഇതൊന്നും പ്രൊഫഷണൽ വേ അല്ല. നമുക്കിപ്പോൾ കാര്യം നടത്താനായിട്ട് ഞാൻ ഇങ്ങനെയാണ്. ഇത് കണ്ടോ, പുറത്തോട്ട് ഇതുപോലെ കുറച്ച് ത്രെഡ് നീണ്ട് നിൽക്കണ പോലെ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രീസ് ചെയ്യാം ബട്ടർ. ആൻഡ് ത്രെഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോകും ത്രെഡ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. ഇനി നമ്മുടെ എഡിബിൾ കാൻഡിൽ ഫ്രീസ് ആവട്ടെ. ഇനി വേറൊരു പൈ ഡിഷും കൂടി ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ആൻഡ് എഡിബിൾ ഫ്ലവേഴ്സ് ഇട്ടിട്ടും ഞാൻ ഈ കാൻഡിലൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അതും ഹോഗിന്ന് കിട്ടിയതാട്ടോ ഈ എഡിബിൾ ഫ്ലവേഴ്സ്. അത് പക്ഷേ പൊന്തി വരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. വന്നിട്ടുണ്ട്. ഇനി ഫ്രീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ബേസിക്കലി ഇതിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. ഇനി നമ്മൾ ഇന്ന് റെസിപ്പി ആയിട്ട് ചെയ്യാൻ പോണ വെജ് ബേക്ക് എൻ്റെ ഓർഡേഴ്സിലൊക്കെ സ്ഥിരം പോണ ഒരു നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ടാവും. ബ്രോക്കലി, മഷ്റൂംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വെജ് ബേക്കാണ്. ബട്ട് ഇന്നിപ്പോൾ പുതിയൊരു വെജ് ബേക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. റെസിപ്പി അല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ പൈയിൽ കൂടുതലും പംകിനും സ്വീറ്റ് പൊട്ടറ്റോയും ക്യാരറ്റൊക്കെയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കണ കാരണമാണ് റെസിപ്പി ആയിട്ട് ഇടാണ്ടിരുന്നത്. നോക്കാം, ടേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത് തന്നെ റെസിപ്പി ഇടുക. ഇത് നമ്മുടെ ക്രീം സോസ്, യൂഷ്വൽ ഇടുന്ന ക്രീം സോസ്. പംകിനും ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കൂടെ റോസ്റ്റ് ചെയ്തു അവനിൽ, എന്നിട്ട് ലെയർ ചെയ്യും. റെസിപ്പി എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ട്രൈ ചെയ്യാൻ തോന്നി. അതാണ് ഇന്നിപ്പോൾ ട്രൈ ചെയ്യാൻ കാരണം. ഈ റോസ്റ്റ് ചെയ്ത് ഈ ക്യാരറ്റ് ആൻഡ് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പംകിൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫെറ്റ ചീസും ക്രീം ചീസും കൂടി ആയിട്ടുള്ള മിക്സ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതാണ് റെസിപ്പി. ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പിയിൽ ഞാനിത് ട്രൈ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഷ്. ക്രാൻബെറി, ബാൽസമിക് വിനീഗറൊക്കെ മിക്സ് ചെയ്തിട്ട് ഹണിയൊക്കെ മിക്സ് ചെയ്ത് അതും കൂടി ലെയർ ചെയ്യും ഇതിൻ്റെ ഇടയിൽ. ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത്. ഇനി റിപ്പീറ്റ് ചെയ്യട്ടെ. ഇനി മൊസറല്ല ചീസ് കൊണ്ടൊന്ന് ടോപ്പ് ചെയ്തു. ബേക്ക് ചെയ്യണം. അത് അടുത്ത നമ്മുടെ റെസിപ്പി വെജ് ബേക്ക് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യാം. ഇത് ഞാനും എക്സൈറ്റഡ് ആയി ഇത് ട്രൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് നമ്മുടെ റെസിപ്പി വീഡിയോ വെജ് ബേക്ക്. ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബേബി കോൺ എടുത്തിട്ടുണ്ട്, മഷ്റൂം എടുത്തിട്ടുണ്ട്, ആൻഡ് ബ്രോക്കലി ഇപ്പം നന്നാക്കിക്കൊണ്ടിരിക്കുക, ഇപ്പോൾ വരും. ആൻഡ് ബേസിൽ ലീവ്സ് എടുത്തിട്ടുണ്ട്, ആൻഡ് സ്പിനച്ച്. പാലക് ലീവ്സ് ആണ് വേണ്ടത്. നമ്മുടെ ചീരയല്ല, പാലക് ലീവ്സ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. സുക്കീനി ആഡ് ചെയ്യാം. നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ സ്വീറ്റ് കോണിന് പകരം ബേബി കോൺ എടുത്തു എന്നുള്ളൂ. സ്വീറ്റ് കോൺ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യണം. എപ്പോഴും വെജ് ബേക്കിൽ ഞാൻ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ എപ്പോഴും കഴിക്കുമ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയേക്കണേ, കുറേ വാട്ടറി ആയിട്ട് ഇരിക്കണ പോലെ തോന്നും. അത് വരാൻ മെയിൻ കാരണം നമ്മുടെ പാലക്ക് ബ്ലാൻഡ് ചെയ്യാണ്ട് ഇടണ കാരണം. അപ്പോൾ എപ്പോഴും ബ്ലാൻഡ് ചെയ്തിട്ട് വേണം പൈലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ബ്ലാൻഡ് ചെയ്യാനായിട്ട് തിളച്ച വെള്ളത്തിലോട്ട് പാലക് ലീവ്സ് മാത്രം, സ്റ്റെം ആഡ് ചെയ്യരുത്, ലീവ്സ് മാത്രം ആഡ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഒരു കെട്ട് പാലക്ക് എടുത്തേക്കണേ. തിളച്ച വെള്ളത്തിൽ 30 സെക്കൻഡ്സ്, എന്നിട്ട് തണുത്ത വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ പാലക് പനീറൊക്കെ ഉണ്ടാക്കുമ്പോഴും
ചെയ്യേണ്ടത്. ഇനി ഐസ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യാം. 30 സെക്കൻഡ്സ് ബോയിൽ ചെയ്ത് പാലക് ലീവ്സ്. മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പാലക് ലീവ്സിൻ്റെ കളറ് ഇങ്ങനെ തന്നെ ഗ്രീൻ ആയിട്ട് തന്നെ ഇരിക്കും, വാട്ടർ കണ്ടന്റും കുറയും. ഇനി മെയിൻ തിങ് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം, എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം, എന്നിട്ട് വേണം ബാക്കി വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട്. ഇതുപോലെ ബ്ലാൻഡ് ചെയ്ത സ്പിനച്ച് നമ്മുടെ സാലഡിലോട്ടൊക്കെ ആഡ് ചെയ്യാൻ നല്ലതാട്ടോ. ഇനി വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് കുക്കിംഗ് ടൈം കൂടുതലുള്ളത് ആദ്യം സോട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം സോസിലോട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം കുക്കിംഗ് ടൈം കൂടുതൽ വേണ്ട ക്യാരറ്റ് അങ്ങനെ ഓർഡറിൽ സോട്ട് ചെയ്ത് മാറ്റി വെക്കുക. പാനിലോട്ട് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും ആഡ് ചെയ്താൽ മതി. ചെറുതായിട്ട് മിൻസ് ചെയ്ത് ഗാർലിക്, അത് വെജ് ബേക്കിന് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഭയങ്കര നല്ലതാണ്. ആൻഡ് ഭയങ്കരമായിട്ട് ബ്രൗൺ ആവണ്ട, ലൈറ്റായിട്ടൊന്ന് സോഫൻ ആയാൽ മതി. ഇനി ക്യാരറ്റ് നന്നായിട്ട് സോഫൻ ആവണം, അതുവരെ സോട്ട് ചെയ്യണം. ചെറിയൊരു ക്വാണ്ടിറ്റി ഉപ്പ് ആഡ് ചെയ്തോ കേട്ടോ. ഇതിപ്പോൾ ക്യാരറ്റ് ആയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കണം നല്ല, ബട്ട് കുക്ക് ആവണം. നെക്സ്റ്റ് ബേബിക്കോണിന് പകരം സ്വീറ്റ് കോൺ ആയാലും യൂസ് ചെയ്യാം കുക്ക് ചെയ്തിട്ട്, ബട്ട് ബട്ടറിൽ സോട്ട് ചെയ്യണം. നെക്സ്റ്റ് ബ്രോക്കലി ഓവറായിട്ട് കുക്ക് ആവാൻ പാടില്ല, ഇത് ഇതുപോലെ ഇങ്ങനെ നീറ്റായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നേരി ഉപ്പിട്ടിട്ട് സോട്ട് ചെയ്യുക. ഇത് മഷ്റൂം ഞാൻ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മഷ്റൂം പക്ഷേ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മഷ്റൂം ഒരിക്കലും അരിഞ്ഞിട്ട് കഴുകരുത്. എപ്പോഴും ഫുൾ ഹോൾ മഷ്റൂം സ്കിൻ പൊളിച്ചിട്ട് തുടച്ചാൽ മതി തുണിയോട്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാട്ടർ റിലീസ് ചെയ്യും. ഇത് കണ്ടോ, ഞാൻ മഷ്റൂം ഹോളായിട്ട് തുടച്ച കാരണമാണ് അധികം വാട്ടർ റിലീസ് ചെയ്യാത്തത്, അല്ലെങ്കിൽ മൊത്തം മഷ്റൂം എപ്പോൾ കുക്ക് ചെയ്താലും ഭയങ്കര വാട്ടർ ആയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ പാലക് ലീവ്സ്, അതും സോട്ട് ചെയ്യണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ബേസിൽ ഫ്രഷ് ലീവ്സ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതും ആഡ് ചെയ്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും പൈക്ക്. നന്നായിട്ട് അതിൻ്റെ റോ ടേസ്റ്റ് മാറണം പാലക്കിൻ്റെ. നെക്സ്റ്റ് എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഈ മിക്സ് ഹെർബ്സ് ആണ് വെജ് പൈയുടെ കൂടെ ഏറ്റവും കൂടുതൽ പോണത്. അപ്പോൾ മിക്സ് ഹെർബ്സ് ആഡ് ചെയ്യുക, അതൊരു 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അത് വീണ്ടും ആഡ് ചെയ്യാം. ആൻഡ് കുറച്ച് പെപ്പർ, ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്യാം. നെക്സ്റ്റ് വെജിറ്റബിൾസിലോട്ട് മിക്സ് ചെയ്യാനുള്ള ചീസ് സോസ് ആക്കണം. അപ്പോൾ പാത്രത്തിലോട്ട് ഒലിവ് ഓയിൽ ആൻഡ് ബട്ടറും ആഡ് ചെയ്യും. ബട്ടർ ഒരുപാട് ചൂടാവണ്ട, ജസ്റ്റ് പതിയെ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ തന്നെ മൈദ ആഡ് ചെയ്യാം. മൈദ ഒരു 3 ടേബിൾ സ്പൂൺ. ലോ ഫ്ലെയിമിൽ വെക്കണേ. ഇത് നല്ല ബട്ടറിൽ മൈദയൊക്കെ സോട്ട് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബട്ടർ വേണം ഈ ചീസ് സോസിന്. ഞാൻ ഇത്തിരി കൂടി ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മൈദയുടെ റോ ടേസ്റ്റ് നന്നായിട്ട് മാറണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്യട്ടെ. സോ ഈ നമ്മുടെ വെജ് ബേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്നത് നമ്മൾ ഈ വൈറ്റ് സോസ് ഉണ്ടാക്കണില്ല. നമ്മുടെ മൈദയുടെ റോ ടേസ്റ്റ് മാറിയില്ലെങ്കിൽ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും. അപ്പോൾ എപ്പോഴും ഇതുപോലെ ജസ്റ്റ് മൈദ നന്നായിട്ട് സോട്ടേ ആയിട്ട് വേണം മിൽക്കും ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാൻ. ഇനി ഫ്ലെയിമിൽ നിന്ന് കുറച്ച് നേരം മാറ്റി വെച്ചോ. ഏറ്റവും സേഫ് നമ്മൾ ഈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കുറച്ച് ചൂടാറിയിട്ട് പാല് മിക്സ് ചെയ്യണം കേട്ടോ. പാല് ഒരു 1 കപ്പ് ആൻഡ് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വൈറ്റ് സോസിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റ കട്ടയായി പോകും ഈ സോസ്. ഇത് കണ്ടോ, ചൂട് പാലൊക്കെ ഒഴിച്ചാൽ ഒറ്റ കട്ടയായി പോകും. അപ്പോൾ എപ്പോഴും നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് ആഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ഫ്രഷ് ക്രീം ഇപ്പോൾ ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾ ക്രീം ചീസൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ പാലിൽ ഉണ്ടാക്കിയാലും മതി. ഞാൻ പക്ഷേ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമി ടേസ്റ്റ് വരും. ഈവൻ പാസ്തയ്ക്കൊക്കെ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണതാണ് നല്ലത് പാലിനേക്കാളും. അതും ഒരു 1 കപ്പ് തന്നെ. നെക്സ്റ്റ് ക്രീം ചീസാണ് ഞാൻ ആഡ് ചെയ്യണത്. ക്രീം ചീസും 1 കപ്പ് തന്നെ, 1/2 കപ്പ് ടു 1 കപ്പ്. ആൻഡ് ചീസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അമുലിൻ്റെ ക്യൂബ് ചീസൊക്കെ ആണെങ്കിൽ അതായാലും ആഡ് ചെയ്താൽ മതി. ലൂസ് ആക്കണമെങ്കിൽ പാല് മിക്സ് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് സ്റ്റർ ചെയ്യുക. ആൻഡ് സോൾട്ട് ആഡ് ചെയ്യുക. നമ്മൾ വെജിറ്റബിൾസിൽ സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ചീസ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചീസ് മെൽറ്റ് ആവണം, അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വെജിറ്റബിൾസിലോട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ചീസ് സോസ് വെജിറ്റബിൾസായിട്ട് മിക്സ് ചെയ്യുക. എഗെയിൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക, നന്നായിട്ട് മിക്സ് ആവണം വരെ. ഇനി നമ്മുടെ ബേക്കിംഗ് ഡിഷിലോട്ട് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തേക്ക്. ഉപ്പും നമ്മുടെ മിക്സ് ഹെർബ്സൊക്കെ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ തിക്നെസ് കണ്ടോ, ഇങ്ങനെ വേണം വെജ് ബേക്ക് എടുക്കാനായിട്ട്. ലൂസായിട്ടിരുന്നാൽ ഭയങ്കര നമുക്ക് ആ കൺസിസ്റ്റൻസി ശരിയാവില്ല. സെറ്റായിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാം. ഇനിയൊരു ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്യേണ്ട പാത്രം എടുത്തേക്കട്ടെ. കാസ്റ്റ് ചെയ്യണം അവനിൽ വെക്കാൻ പറ്റും. അത് ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ അറിഞ്ഞിട്ട്. ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മുടെ മൈദ ഇടുന്നത് കൂടിപ്പോകാനും പാടില്ല, അപ്പോൾ ഭയങ്കര മൈദയുടെ ടേസ്റ്റ് ആയി പോകും. ഇതിപ്പോൾ നല്ല വെജിറ്റബിൾസിൻ്റെയും ക്രീമി നല്ലൊരു ടേസ്റ്റാണ്. പാമസാൻ ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസ് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. ഗ്രേറ്റഡ് മൊസറല്ല ചീസ് അല്ലെങ്കിൽ പാമസാൻ ചീസ് ഏതായാലും മതി. ഇനി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. മെയിനായിട്ട് ഈ മുകളിലെ ചീസ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണം, അത്രയേ ഉള്ളൂ. ബട്ട് 160 ടു 180 ബേക്കിൽ.
ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള റൈസൊക്കെ ഒന്നാക്കാം ബേക്ക് ആവുന്നതിനും. കഴുകി നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത ലീവ്സ് സാലഡ് സ്പിന്നറിലോട്ട് ആഡ് ചെയ്യുക, നന്നായിട്ട് സ്പിൻ ചെയ്യുക, ബൗളിലോട്ട് മാറ്റാം. ഒരുമാതിരി വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം ഈ സാലഡ് സ്പിന്നറിലോട്ട് തന്നെ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. ചീസ് സോസിൻ്റെ ഏത് ഡിഷസും എനിക്ക് ഈ സാലഡ് ഉണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്കിങ്ങനെ കറക്കാൻ പറ്റില്ല. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാട്ടെ. എൻ്റെ ഒരുമാതിരി എല്ലാ വീഡിയോസിലും മിക്ക വീഡിയോസിലും സാലഡ് ഉണ്ടാക്കുന്ന വീഡിയോസിലെല്ലാം ഇതുണ്ട്. വെജ് ബേക്ക് സെറ്റ് ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി വേണമെങ്കിൽ ലൈറ്റ് ബ്രൗൺ ആക്കാം, ആയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്, എന്നാലേ ഇതൊന്ന് സെറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ടില്ല, ലൂസ് കൺസിസ്റ്റൻസിയിലിരിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. ഒന്ന് സെറ്റ് ആവട്ടെ. ഞാൻ ട്രൈ ചെയ്ത പംകിൻ ആൻഡ് ക്യാരറ്റ് ബേക്ക് ബേക്ക് ചെയ്യാൻ വെക്കട്ടെ. ആക്ച്വലി ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ ബേക്ക് ചെയ്യാനായിട്ട്. ഇതൊരു 15 മിനിറ്റൊക്കെ ഇരിക്കണം, 160 to 180 ബേക്കിൽ. സാലഡ് ഡ്രസ്സിങ്ങിൽ ഒലിവ് ഓയിൽ, ലൈം ജ്യൂസ്, മസ്റ്റേർഡ് സോസ്, സോൾട്ട്, പെപ്പർ ആൻഡ് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടില്ല, എനിക്ക് പയ്യൻ്റെ കൂടെ ഇത്തിരി പുളിയുള്ള സാലഡാണ് ഇഷ്ടം. നന്നായിട്ട് മിക്സ് ചെയ്യുക, റെഫ്രിജറേറ്റ് ചെയ്യുക കഴിക്കുന്നവരെ. ഗാർലിക്ക് 2 മിൻസ് ചെയ്തതും ആഡ് ചെയ്യാം, ഗാർലിക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. ഞാനെപ്പോഴും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഗാർലിക്ക്. ഇതാണ് ബേസിക് ഡ്രസ്സിങ്. ഇനി മധുരം വേണ്ടവർക്ക് ഹണി ആഡ് ചെയ്യാമെന്നുള്ളൂ. ഒരുമാതിരി എല്ലാ സാലഡിൻ്റെയും ബേസിക് ഡ്രസ്സിങ് ഇതാണ്. ചിലപ്പോൾ ലൈമിന് പകരം ബാൽസമിക് വിനീഗറും യൂസ് ചെയ്യാറുണ്ട്. ഈ സാലഡിന് ഞാൻ യൂസ് ചെയ്യുന്ന മസ്റ്റേർഡ് സോസ് അമേരിക്കൻ ഗാർഡൻ്റെ ഏത് മസ്റ്റേർഡ് സോസ് ആയാലും യൂസ് ചെയ്താൽ മതി. ഇനി ബേക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് റൈസ് ഞാൻ ബസ്മതി റൈസ് നമ്മുടെ ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനിലോട്ട് ഒലിവ് ഓയിലും ബട്ടറും ആഡ് ചെയ്യുക ആൻഡ് ഗാർലിക് മിൻസ് ചെയ്ത് ആഡ് ചെയ്യുക. ഗാർലിക്ക് ഒരു 2 ടീസ്പൂണൊക്കെ, ഗാർലിക് ഉള്ളതാണ് നല്ലത്. ആൻഡ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ മിക്സ് ഹെർബ്സ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഒരു ബോട്ടിൽ, അത് ആഡ് ചെയ്താൽ മതി റൈസിലോട്ട്. അല്ലെങ്കിൽ ഫ്രഷ് പാസ്ലി, ഫ്രഷ് ഒറിഗാനോ അതൊക്കെ ആഡ് ചെയ്യാം, മിക്സ് ഹെർബ്സ് പോലെ. ഇനി റൈസ് ആഡ് ചെയ്യുക, കുക്ക് ചെയ്ത് വെച്ച റൈസ് ആൻഡ് ഫ്രഷ് പാസ്ലി ആഡ് ചെയ്യുക. കോണ്ടിനെൻ്റൽ ഡിഷസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാനുള്ള റൈസ് റെഡി. നമ്മുടെ പംകിൻ ബേക്കും റെഡി ആയിട്ട്. ഇതൊന്ന് സെറ്റ് ആവട്ടെ ഒരു 10 മിനിറ്റ്. ഇത് സേഫായിട്ടൊന്ന് മാറ്റണം, കുറച്ചും കൂടി ചൂടാറണമായിരുന്നു എന്ന് തോന്നുന്നു. പെർഫെക്റ്റ്. ഇനി നേരത്തെ നമ്മൾ ലെയർ ചെയ്തില്ലേ ആ ക്രാൻബെറി ബാൽസമിക്കിൻ്റെ സോസ്, അതൊക്കെ സൈഡിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്ന കാരണം ഇംപ്രസ്ഡ് ആയിപ്പോയി. ആൻഡ് വാൾനട്ട് മുകളിൽ റോസ്മേരി. ഡിഷ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് ബാൽസമിക്കൊക്കെ ഡ്രിസിൽ ചെയ്യാം. ഇനി നമ്മുടെ എഡിബിൾ കാൻഡിൽസ് സെറ്റ് ചെയ്യാൻ പോണ സാഡോ ബ്രെഡിലാണ്. സാഡോ ബ്രെഡ് എറണാകുളത്ത് സെറനോയ, നീൽഗ്രീസ് ആൻഡ് ഫ്രഞ്ച് ടോസ്റ്റിലും അവൈലബിൾ ആണ്. സാഡോ ബ്രെഡ് ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ ബ്രെഡ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സൈഡിൽ നമ്മുടെ എഡിബിൾ കാൻഡിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ നടുക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ടോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ടോസ്റ്റ് ചെയ്താലും നല്ല, ടോസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഞാനിപ്പോൾ ടോസ്റ്റ് ചെയ്യാണ്ട് വെക്കാൻ പോവാം, ബിക്കോസ് ജിജോ കഴിക്കാൻ വന്നു. കട്ട് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാൻ ഈസി ആയിട്ട് വെക്കാം. ജിജോ എടുത്തു. ഇത് പംകിൻ ആൻഡ് ക്യാരറ്റ് ഇത് റോസ്റ്റ് ചെയ്തില്ലേ, ഒന്ന് നോക്കിക്കേ, ടേസ്റ്റ് ഒന്ന് നോക്കൂ. പുതിയതായിട്ട് ചെയ്ത പയ്യ, അതവൺ നമ്മൾ എപ്പോഴും ചെയ്യണം. എങ്ങനെയുണ്ട്? ബട്ട് റെസിപ്പി പിന്നെ ഇടാമെന്ന് ഓർത്തു, ബിക്കോസ് ഞാൻ ട്രൈ ചെയ്താ. കാരമലൈസ്ഡ് അല്ലല്ല, അത് ക്രാൻബെറി, അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്യാൻ കാരണം. ഇത് നമ്മുടെ വെജ് ബേക്ക് കേട്ടോ, ഇതായിരുന്നു റെസിപ്പി. ഡേറ്റ്സ് അല്ല, ക്രാൻബെറി ഉണ്ട്. ടോട്ടലി ഡിഫറെൻ്റ് റെസിപ്പി. അത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. ആൻഡ് ഇതൊന്ന് ട്രൈ ചെയ്യും. വെജ് ബേക്ക് ഗാർലിക് ബ്രെഡ് വേണ്ടേ? ഹെർബ് ഗാർലിക്. ഇപ്പം തരാം. ആ സൈഡിലെ പേപ്പർ സിസേഴ്സ് കൊണ്ട് വെട്ടിക്കളയാൻ കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു, കാരണം ഇത് ഇത്തിരി ഫ്രീസ് ചെയ്യാനുണ്ടായിരുന്നു. കേട്ടോ, അതിലേക്ക് ഫില്ല് ചെയ്യുക. ആൻഡ് ഇനി ലൈറ്റ് ചെയ്യാം. നീണ്ടു നിൽക്കുന്നത് കട്ട് ചെയ്തിട്ട് ലൈറ്റ് ചെയ്യാം. ഇപ്പം തോന്നുക കുറച്ച് കളർ ആഡ് ചെയ്തെങ്കിൽ റെഡ് കളറിലാണ് കിട്ടിയേനെ. കേക്കിലൊക്കെ ചേർക്കുന്ന റെഡ് ജെല്ലെങ്ങാനും ആഡ് ചെയ്തെങ്കിൽ കുറച്ച് റെഡ് കളറായിട്ട് ഇരുന്നേനെ. അത് നെക്സ്റ്റ് ടൈം. എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ വരും എന്ന് മനസ്സിലായല്ലോ. പെർഫെക്റ്റ്. ബട്ട് ഇവിടെ ഹോൾ മെസ്സായിട്ടുണ്ട്. ഞാൻ ജിജോ കഴിക്കാനും തുടങ്ങി, അത് കാരണം ഇത്തിരി. ജിജോ ഇത് നോക്കിക്കേ, ഹെർബ് കാൻഡിൽ റോസ്മേരി ഒക്കെ ആയിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒലിവ് ഓയിൽ. ജിജോ ഒന്ന് ടേസ്റ്റ് ചെയ്ത്. ഞാൻ ട്രൈ ചെയ്യട്ടെ. ജിജോ ആക്ച്വലി റിവ്യൂ പറഞ്ഞു പോയി. ജിജോന് ഈ പുതിയ ഡിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആൻഡ് അത് ഫുൾ വയറ് നിറച്ച് കഴിച്ചു. ആൻഡ് ഇത് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. ഇതും നല്ലതാണ്. ബട്ട് ഇത് നിങ്ങൾ ഏകദേശം കഴിച്ച ടേസ്റ്റ് തന്നെ. ബട്ട്
പ്രോപ്പർ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് പോലെ തന്നെ വരും വെജ് പൈ. ഇനി നമ്മുടെ പുതിയ ഡിഷ് ഇതെനിക്കൊന്ന് ജിജോന് ഇഷ്ടമാവാനുള്ള കാരണം ഞാൻ ആ ഹണിയും ബാൽസമിക് വിനീഗറും ക്രാൻബെറിയൊക്കെ ആഡ് ചെയ്തില്ലേ, ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോവും മുക്കിനൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ ആൾക്ക് ഭയങ്കര ഇഷ്ടം. ഈ സാലഡ് പിന്നെടുക്കാം. ഇതിങ്ങനെ ബട്ടർ ആൻഡ് ബ്രെഡ് ഇങ്ങനെ മെൽറ്റായിക്കൊണ്ടിരിക്കുന്നു. ടോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ആക്ച്വലി കുറച്ച് ടോസ്റ്റ് ചെയ്താൽ ഇത്തിരി കൂടി നല്ലതായിരിക്കും. ഇതേണ്ട ബട്ടർ വിത്ത് സാഡോ ബ്രെഡ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് രക്ഷയില്ല കേട്ടോ. സാലഡ് ഡ്രസ്സിങ് എപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നേക്കാളും തൊട്ടുകൊണ്ട് ഡ്രസ് ചെയ്യും. ജോജി മന്ന ബാ, തണുപ്പ് വേണം നല്ല. ഇത് ഹണിയും കൂടി ആഡ് ചെയ്ത്, ഞാൻ ഹണി ആഡ് ചെയ്തല്ല, ഹണിയും കൂടി ആഡ് ചെയ്ത ഇവർക്കൊക്കെ സാലഡ് നല്ല സ്വീറ്റ് ആയിട്ടാണ് ഇഷ്ടം. ബട്ട് എനിക്ക് ലൈമിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. സാലഡ് വേണം ഇതുപോലത്തെ ഡിഷസ് ടു. ആൻഡ് നമ്മുടെ റൈസ് പാസ്ലി റൈസ്. എന്താണ് ജോജി വെജ് ആയതുകൊണ്ട് കഴിക്കുന്നില്ല, ആകെ കൂടെ മൊത്തത്തിൽ പ്രശ്നമായി. ചിക്കൻ മേടിക്കണം ഇനി. ആൻഡ് പംകിൻ സ്വീറ്റ് പൊട്ടേറ്റോ ആൻഡ് ക്യാരറ്റ് വിത്ത് ക്രാൻബെറി ആൻഡ് ഹണി. ഇത് ആക്ച്വലി നമ്മൾ അബ്രോഡൊക്കെ പോകുമ്പോൾ കഴിക്കില്ലേ, ആ ഒരു ഫ്ലേവേഴ്സ് ഉണ്ട്. ആൻഡ് ഇന്നത്തെ റെസിപ്പി ഇത് പിന്നെ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള റെസിപ്പി, എപ്പോൾ കഴിക്കാനും എനിക്കിഷ്ടമുള്ള ഒരു ഡിഷാണ്. സ്പിനച്ചൊക്കെ വന്നിട്ട് ആൻഡ് മിക്സ് ഹെർബ്സിൻ്റെ ടേസ്റ്റുള്ള കാരണം അല്ല. ആൻഡ് എൻ്റെ സാലഡ് ഐ തിങ്ക് ഈ ബേക്കിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ ഇത്തിരി, എനിക്ക് പുളി കുഴപ്പമില്ല, ഇത്തിരി ഹണി കൂടി ആഡ് ചെയ്യണം കേട്ടോ. നേരത്തെ ആഡ് ചെയ്ത ഡ്രസ്സിൻ്റെ കൂടെ ഹെർബ് നമ്മുടെ പാസ്ലി റൈസും ഈ കോമ്പിനേഷൻ എപ്പോഴും ഞാൻ ഉണ്ടാക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ വെജ് ബേക്ക് വിത്ത് റൈസ്, ഹെർബ് റൈസ്. പംകിൻ ടൊമാറ്റോയുടെ പംകിൻ ആൻഡ് ക്യാരറ്റിൻ്റെ റെസിപ്പി ഞാൻ ഇടാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വെജ് ബേക്ക് with this combination with rice, salad and veg bake with bread and butter. സാഡോ ബ്രെഡ് പറ്റാണെങ്കിൽ സാഡോ ബ്രെഡ് മേടിക്കുക, അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഹെർബ് ബട്ടറിൻ്റെ കൂടെ